നിങ്ങൾ കേരളത്തിൽ എനിക്കറിയത്തില്ല, പക്ഷേ നോർത്തിൽ ഈ കുരങ്ങനെ പിടിക്കുന്നൊരു പരിപാടിയുണ്ട്. അത് വളരെ രസമായിട്ടൊരു പണിയാണ്. ഈ കുരങ്ങിന് എന്തെടുക്കുന്നത് വെച്ചാൽ ലങ്കൂർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഹനുമാൻ കുരങ്ങ് എന്നൊക്കെ പറയും. ഇതുങ്ങളെ പിടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കേജ് ഉണ്ടല്ലോ, ഒരു കൂടിനകത്ത് ഇവർ ഈ കടല കൊണ്ടിട്ട് ഇങ്ങനെ ഇതിനകത്തെടുത്ത് വെച്ചേക്കും. ഈ കടല ഈ കുരങ്ങച്ചന്മാർ എന്ത് കൊടുക്കും, ഈ കാട്ടി കൊണ്ടുപോകും. ഈ കുരങ്ങച്ചന്മാർ ചാടി വന്നിട്ട് ഈ കേജിനകത്തോടെ കൈ കയറ്റേണ്ടപ്പോൾ ഇതുങ്ങൾ ഇങ്ങനെ ആയിരിക്കും കൈ കയറ്റുന്നത്. ഈ കേജിനകത്തോട് ഇതിങ്ങനെ കൈ കയറ്റിട്ട് ഇതേ കയറി ഇങ്ങനെ പിടിക്കും. ഇതിങ്ങനെ കയ്യെ കയറ്റിയിട്ട് ഇതിങ്ങനെ പിടിക്കും. ഇത് പിടിച്ചിട്ട് ഇതിങ്ങനെ ഇറക്കാൻ നോക്കും. ഇറക്കാൻ നോക്കുമ്പോഴാണ് ആശാൻ പെടുത്തു പോകുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഊരത്തില്ല. ഇങ്ങനെ അവൻ കൈ കയറ്റിയപ്പോൾ അവന് സുഖമായിട്ട് കയറാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് കൈ ഇതായതോടെ ഈ ചന എന്ന് പറയും നമ്മുടെ കടല, അതായതുകൊണ്ട് ഇവന് കൈ ഊരിയെടുക്കാൻ പറ്റുന്നില്ല. ഊരിയെടുക്കാൻ പറ്റാത്ത ഇവൻ കിടന്ന് കഷ്ടപ്പെട്ട് വലിച്ചിറക്കാനൊക്കെ നോക്കും. ഇവൻ്റെ കയ്യിൽ നിന്ന് ചോര വരും. എന്നിട്ട് ഇവൻ വിടത്തില്ലത്. പക്ഷെ അതൊന്ന് ഫ്രീ ചെയ്ത് കഴിഞ്ഞാൽ അവന് സ്വാതന്ത്ര്യമാണ് അവൻ്റെ മുമ്പിൽ, അവന് ഫ്രീഡമാണ് അവൻ്റെ മുമ്പിൽ. പക്ഷെ അവൻ വിടില്ല. എന്തുകൊണ്ടാണ്? അവൻ ആ ചന അല്ലെങ്കിൽ ആ കടല അത് വിട്ട് കഴിഞ്ഞാൽ അവൻ്റെ ആഹാരം പോകുന്നുള്ള പേടിയിലാണ്. അതുപോലാണ് നിങ്ങൾ EMI ലോൺ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന അവസ്ഥ. എല്ലാം ഉണ്ടായിരിക്കും, പക്ഷേ നിങ്ങളൊരു തടവറയിലായിരിക്കും മനസ്സിൻ്റെ, നിങ്ങളുടെ ബോസിൻ്റെ. അതുകൊണ്ട് ആലോചിച്ചെടുക്കുക. നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതിന് നിങ്ങൾ ചിലവാക്കിയോ, അടുത്തതിനാക്കരുത്. അതുകൊണ്ട് ഇനി അടുത്തതിലോട്ട് കിടക്കുകയാണ്. പാസീവ് ഇൻകം നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. എന്താണ് പാസീവ് ഇൻകം? ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുമാനത്തിൽ കൂടെ ഉണ്ടാക്കുന്ന ഇൻകം. അത് നിങ്ങളെ വലിയ ബില്യണറോ ലക്ഷാധിപതി ഒന്നും ആക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് പണം ഉണ്ടാക്കി തരുന്നത് പാസീവ് ഇൻകം ആയിരിക്കും, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും. കിട്ടുന്നതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിക്കുക. അതിനെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള രീതിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ 10%, മിനിമം 10% നിങ്ങൾ എവിടെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്തൊക്കെയാണ്? FDയിലാക്കാം, ഇല്ലേ, മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടുവിടാം, നിങ്ങൾക്ക് സ്റ്റോക്കിൽ കൊണ്ടുവിടാം, നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൽ കൊണ്ടുവിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡിൽ കൊണ്ടുവിടാം, സിൽവറിൽ കൊണ്ടുവിടാം. നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. പക്ഷേ നിങ്ങൾ 10% നിങ്ങൾക്ക് കിട്ടുന്നതിനെ മാറ്റി വെക്കണം. ഈ 10%മാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സുരക്ഷിതത്വം തരുന്നത്, പണം നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ഫ്രീക്വൻസി കൂട്ടുന്നത്. നിങ്ങളുടെ മനസ്സൊന്ന് ആലോചിച്ച്, നിങ്ങൾക്ക് പണം ഉണ്ടെന്നറിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സുരക്ഷിതാവസ്ഥ, നിങ്ങളുടെ മനസ്സിൽ കിട്ടുന്ന ഫ്രീഡം, അത് വേറെ ഒന്നിനും നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. അറിയാം, നിങ്ങളൊന്ന് ആലോചിക്കുക. ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ വരുമ്പോൾ നമ്മുടെ മനസ്സെന്തുമായിരിക്കും? നമുക്കൊരാളോട് സംസാരിക്കാൻ തന്നെ കോൺഫിഡൻസ് കാണത്തില്ല. നമുക്ക് വിചാരിക്കുന്നത് എന്നെ അവരെ അളക്കുവോ, പണത്തിൻ്റെ ഇതിൽ എന്നെ അളക്കുവോ. അതുപോലെയാണ് നിങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളപ്പം നിങ്ങളുടെ കോൺഫിഡൻസ് എന്തുമായിരിക്കും, നിങ്ങളുടെ ബിഹേവിയർ എന്തുമായിരിക്കും. സോ പണത്തെ ഒരിക്കലും നിങ്ങൾ ആ രീതി കാണരുത്. ഞാൻ പറഞ്ഞല്ലോ, ലക്ഷ്മിയായിട്ടാണ് ഹിന്ദുയിസത്തിൽ കാണുന്നത്. കൊടുക്കുന്തോറും ഏറിടുന്നവളാണ്. നിങ്ങൾ അത്രത്തോളം അതിനെ ബഹുമാനത്തോടെ അതിനെ കാണേണ്ടത്. ഇതിനെ വർഷിപ്പ് ചെയ്യുന്നൊരു സാധനമാണ് ഈ മണി എന്ന് പറഞ്ഞാൽ. അത്ര ബഹുമാനത്തോടെ കാണേണ്ട. അപ്പം നിങ്ങളതിനെ ബഹുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ വെറും പൂജയിലും പ്രവൃത്തിയിലും അല്ല, നിങ്ങളതിനെ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് കിട്ടുന്നത് 10% നിങ്ങൾ മസ്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതായിരിക്കും നാളെ നിങ്ങൾക്ക് സമാധാനമായൊരു ജീവിതം തരുന്നത്.